ഹായ് എവരിബഡി. ഞാൻ ചപ്പാത്തി ആക്കുമെന്ന്. ചപ്പാത്തി ആക്കാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അതങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നൊരു പ്രധാന കാര്യം ചപ്പാത്തിക്ക് കൊണ്ട് പറയാം. ഉറങ്ങണീച്ചതേ ഉള്ളൂ, കോലൊന്നും നോക്കണ്ട. ലൈറ്റ് ഇടട്ടെ. ഉള്ളതിനൊരു ഉന്മേഷോളജി വന്നോട്ടെ. ഇനി ഞാൻ പറയാം. പിന്നെ എന്നോട് പലരും പരിഹാസരൂപേണ ഞാൻ ചെറിയതാകുമ്പോൾ ഞാൻ ജോലിക്ക് പോയെടുത്തുനിന്നും അല്ലാണ്ടും നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒന്നാമത് നമ്മളെ തിരിച്ചറിയാൻ നമുക്കത്ര ഒരു തിരിച്ചറിവില്ലാത്ത സമയത്ത് നമ്മൾ ആരൊക്കെയോ ആയിട്ട് നമ്മൾ സംസാരിക്കും, ഇടപെടും. ചിലപ്പോൾ അവരിങ്ങോട്ട് പറയുന്നതിൻ്റെ ഗൗരവമോ പരിഹാസമോ ഒന്നും നമുക്ക് അത്രമാത്രം ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പം ഞാൻ എല്ലാവരോടും മുന്നേ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതാകുമ്പേ അങ്ങനെ കല്യാണം കഴിഞ്ഞു, 20 വയസ്സിനുള്ളിൽ 2 കുട്ടിയെല്ലായി. ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒക്കെ എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ നാട്ടിൽ നിന്നായാലും ജോലി സ്ഥലത്തു നിന്നായാലും പിന്നെ ഇങ്ങനെ ഒരു പരിഹാസം ഏറ്റവും കൂടുതൽ, നേരത്തെ തുടങ്ങിയല്ലേ, ആള് മോശമില്ലല്ലോ, കൊള്ളാലോ എന്ന ഒറ്റപ്പാട് പരിഹാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങനെയുള്ളത് കുറേ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ഒന്നും കേട്ടിട്ട് മനസ്സിലാവാതിരിക്കാൻ നമ്മൾ മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ ചിലരോട് നേരത്തെ തുടങ്ങി കുറേ കാലമായി അല്ലേ സുഖിക്കുന്നു, മെയിൻ വാക്കതാണ് സുഖിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പരിഹസിച്ച് പറയും. അന്നേരം നമ്മൾ സുഖം അനുഭവിച്ചിട്ടാണോ, നമ്മൾ ഒരാളെ കെയറിങ്ങിലാണോ, നമ്മളെ ആ ആള് പിന്നെ വേണ്ട പോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും ഒരു കുടുംബജീവിതം ഉണ്ടായിട്ടും ഒക്കെ ആണോ കുഞ്ഞുങ്ങളുണ്ടായത്? അല്ല, നമ്മളെ എന്തോ യാന്ത്രികമായിട്ട് ആരോ എന്തോ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്തോ അനുഭവിച്ചു, നമ്മൾ അതൊക്കെ തരണം ചെയ്യുന്നു എന്ന രീതിയിലല്ല ആരും കാണുന്നത്. അല്ലാതെ ഉണ്ടാവാം. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ലേഡീനെ 12 വയസ്സിൽ കല്യാണം കഴിച്ചതിന് പോലും അവരിന്നും ഉണ്ട്, എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഓരോരാൾ അനുഭവം ഓരോ തരത്തിലല്ലേ. അപ്പം എന്നെ അങ്ങനെ ഒരുപാട് പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പം കിളവന്മാരായവർ മരിച്ചവരെ കുറ്റപ്പാട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ അറിയുന്ന ഞാൻ കുട്ടിയാണെന്നും ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടുകാരെന്നെ ചെയ്തതാണെന്ന് അറിഞ്ഞിട്ട് അടിപൊളി തന്നെ, നേരത്തെ കാലത്തെ തുടങ്ങിയല്ലേ ഇത്. ഞാൻ സർവീസ് കയറിയ സമയത്ത് നമ്മളെ സർവീസ് ബുക്കും ഡേറ്റ് ഓഫ് ബർത്തും, അപ്പം മോൾ എത്രാം ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ. ഡേറ്റ് ഓഫ് ബർത്ത് ഇത്. അപ്പം 15 വയസ്സിലെ മോളുണ്ട്. നേരത്തെ തുടങ്ങിയല്ലേ. ഈ നേരത്തെ തുടങ്ങിയോ എന്നുള്ളത് ഒറ്റപ്പാട് തവണ ഞാൻ കേട്ട് ഇതായതാണ്. ഞാനൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പിന്നെ ചില മാന്യദേഹങ്ങൾക്ക് മാത്രം നീതിയും നമ്മളെ പുച്ഛിക്കും പരിഹസിക്കും ഒന്നും ചെയ്യുമ്പോൾ നമ്മൾ തളരാതിരിക്കേണ്ട കാരണം എന്താണെന്നറിയോ? ഈ പുച്ഛിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും 200 ഇരട്ടി പരിഹസിക്കുന്നവരെയും പുച്ഛിക്കുന്നവരെയും കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഭർത്താവിൻ്റെ ഒപ്പം പോയിട്ട് സുഖിച്ചിട്ടൊന്നും അല്ല ഈ ലോകത്ത് ആരും മക്കളെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. പിന്നെ മന്ദബുദ്ധികളായ ചിലർ പറയുന്ന കേൾക്കാം, പിന്നെ ആസ്വദിച്ചിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ മാത്രമേ മക്കളുണ്ടാവൂ. ഇങ്ങനെ ഒരുപാട് അറിവില്ലായ്കയും സ്ത്രീ പ്രസവിക്കാനും ഇവരെ സെക്സിൻ്റെയും ഇവരെ ഉപദ്രവിക്കുന്നതിൻ്റെയും ഒക്കെ അടിമയാണെന്നും ഇവരിത് അനുഭവിക്കണം, ഇത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള സമൂഹവും ഇപ്പോഴുള്ള ഭരണ സംവിധാനവും മുന്നേ ഉള്ളവരും ഒക്കെ നമ്മളെ നേരെ കാണിക്കുന്ന ഭീകരത.
അതായത് നമ്മളെന്തോ ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ഉപകരണമാണെന്നും നമ്മൾ ഇതൊക്കെ കേൾക്കാനുള്ളൊരു പിന്നെ കേട്ടിട്ട് തിരിച്ചു പറയാതിരിക്കാനും ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരെല്ലാം നമ്മൾ സഹിക്കാനുള്ള ഉപകരണമാണെന്നാണ് ഇവരെ വിചാരം. നമ്മൾ എന്തെല്ലാം കാര്യം എത്ര വട്ടം ചെയ്യുന്നു എന്നില്ലെന്നല്ല, ഒരു പ്രാവശ്യമാണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസിനാണ് വില, അതിൻ്റെ ഫീലിങ്സിനാണ് നമുക്ക് കിട്ടുന്ന പിന്നെ വാല്യൂ. ഇപ്പം ഒരു സ്നേഹിക്കുന്ന ഭർത്താവ് ഒരു വർഷം ആ ആളെ കൂടെ ആ ലേഡി ജീവിച്ചിട്ട് അവർ ലൈഫ് ലോങ് ആ ആളെ ഓർമ്മയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാ അവർ ജീവിച്ച ആ ആഴായിരിക്കാം, അവർക്ക് ഫീൽ ചെയ്ത ആഴം. ഫീൽ ചെയ്യാത്തവർ മറ്റെത്ര വേണമെങ്കിലും തിരഞ്ഞെടുക്കും. എന്താ കുഴപ്പം? നമുക്ക് ഫീൽ ചെയ്യുന്നവരെ, നമുക്കൊരാളെ ഫീലിങ്സ്, ഒരാൾ നമുക്കുണ്ട് മെൻ്റലി ഫിസിക്കലി സെക്ഷുവലി, നമുക്കൊരാളെടുത്തുനിന്ന് നമുക്കൊരു തൃപ്തി കിട്ടുന്നത് വരെ, അത് ഒന്നിലല്ല ഞാൻ പറയുന്നത്, ഈ ചില വ്യക്തി നമുക്കത് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യത്തിടത്തോളം കാലം 10 മക്കളുണ്ടായിട്ടും കാര്യമില്ല, ഒരാളെ കൂടെ 10 വർഷം ജീവിച്ചിട്ടും കാര്യമില്ല. പിന്നെ പലരും ഇപ്പം ചെയ്യുന്ന പോലെ ഭർത്താവിൻ്റെ അഡ്രസ്സിലും ഭാര്യേൻ്റെ അഡ്രസ്സിലും ജീവിക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക, കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക, സ്വന്തമായിട്ടൊന്നുമില്ല. അതിലും ഭേദം നമുക്ക് നോന്ന് പറഞ്ഞ് ഫ്രീ ആവാൻ നല്ലതല്ലേ. അപ്പം ആ നോന്ന് പറയുന്ന ലേഡീനെ എല്ലാവരും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക, അവരുടെ സ്വഭാവം മോശമാണെന്ന് പറയുക, അവർ 5 പ്രാവശ്യം കല്യാണം കഴിച്ചതാണ്, 7 പ്രാവശ്യം കല്യാണം കഴിച്ചതാണ്. ഈ കല്യാണം നിലയെ കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് വെറും സെക്സ് 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 അല്ല കല്യാണം. നമുക്കിപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ആരും കല്യാണം കഴിക്കണമെന്നില്ലല്ലോ. നമ്മൾ പിന്നെ നമുക്ക് സെക്സിനാണോ പിന്നെ കേരളത്തിൽ ക്ഷാമം? എൻ്റെ മുച്ചിലോട്ട് ഭഗവതി, അതിനാണോ അവിടെ ക്ഷാമം? നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കെയറിങ്, നമുക്കൊരു സംസാരിക്കാൻ ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകുമ്പോൾ ഒരാൾ, നമ്മളൊരു വാടക വീട് ചോദിച്ചാൽ പോലും ഒറ്റക്കൊരു ലേഡി പോയാൽ തരൂല. അതാണ് കേരള സമൂഹം. നമ്മൾ ഒരു വാടകയ്ക്ക് പോയാൽ ഒറ്റയ്ക്ക് ചോദിച്ചാൽ നമുക്ക് തരൂല. ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് 19 വയസ്സെല്ലാകുമ്പോൾ നമുക്ക് ലേശം എന്തെങ്കിലും എല്ലാം പ്രവർത്തനം തുടങ്ങുമല്ലോ, തലച്ചോറ്. അപ്പോൾ ആ സമയത്ത് ഞാൻ 2-3 ഡോക്ടറെ അടുത്ത് പയ്യന്നൂർ ഈ കുട്ടീനെ വേണ്ട, എനിക്ക് വേണ്ട, അപ്പം അത് ഇങ്ങനെ അബോർഷനിലൊരു സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഒപ്പ് വേണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒപ്പ് വേണമെന്ന് പറഞ്ഞു. ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആൾ ഉണ്ടാക്കിപ്പോയതല്ലാണ്ട് അയാളെ വിവരമൊന്നും എനിക്കില്ല, അയാൾ എവിടെയാണെന്നൊന്നുമില്ല. അങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മടങ്ങി വന്നു. ആ മോന് വേണ്ടിയിട്ടാണ് ചപ്പാത്തി ആക്കുന്നത്. അപ്പം ഞാൻ മടങ്ങി വന്നു. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു വ്യക്തിനെ നോക്കിയിട്ട് നീ സുഖിച്ചവളല്ലേ, നീ 5 കല്യാണം കഴിച്ചവളല്ലേ. ഈ കല്യാണം എന്നുള്ളത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരാൾക്ക് നമ്മൾ എന്തിനാണ് എന്തായിരിക്കും അവരുടെ സിറ്റുവേഷൻ, എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതിന് ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവരെല്ലാം വിചാരം എന്തോ മലയാള ഭാഷയിൽ, നമ്മളെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവൾക്ക് ചൊറിച്ചൽ, അവൾക്ക് എന്തിൻ്റെയോ കേട്, അവൾക്ക് ദേഹം നിറച്ചു ഇതാണോ, മുരിക്കിന് കൊണ്ട് ഉരച്ചൂടി. നമ്മൾ ഈ കമൻ്റാണ്, 4 ഉളുപ്പില്ലാത്തവരിടുന്ന കമൻ്റാണ്. ഇവരെല്ലാം സംസ്കാരമില്ലാത്ത ഈ നാട്ടിൽ, ഈ ഏറ്റവും കൂടുതൽ സംസ്കാരവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അവകാശപ്പെടുന്ന ഈ നാട്ടിൽ എന്തുമാത്രം പിന്നെ ആൾക്കാർ സ്ത്രീകളെ എത്ര വൃത്തികേട് പറഞ്ഞിട്ടും അപമാനിച്ചിട്ടും സെക്സ് ചോദിച്ചിട്ടും, പിന്നെ ഭർത്താവില്ലെങ്കിൽ എങ്ങനെ, ഉണ്ടെങ്കിൽ എങ്ങനെ, ഭർത്താവില്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, അതായത് മക്കളെ നോക്കിയത് എങ്ങനെ, ജീവിച്ചത് എങ്ങനെയെന്നല്ല അവർക്കറിയേണ്ട അവരെ പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്. അങ്ങനൊരു വൃത്തികെട്ട സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കും. ഗ്യാസ് തീരാനായി, ഇങ്ങനെ മുട്ടി നിൽക്കൂല ഗ്യാസ്. ഞാനിപ്പോൾ തീരുന്നു ആ അവസ്ഥയിലാണ് ഗ്യാസ് ഉള്ളത്.
അപ്പോൾ അങ്ങനെ ഒരു വൃത്തികെട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിനെ കൊണ്ടോ മക്കളുണ്ടായതിനെ കൊണ്ടോ ഒന്നും ആ ഒരു സ്ത്രീ പിന്നെ ലൈഫിൽ തൃപ്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സാമീപ്യത്തിൽ അവർ പിന്നെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആവുന്നത് നമുക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പൂർണ്ണതയിലൊന്നും അങ്ങനെ കമ്പ്യൂട്ടറൊന്നും അല്ലെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു കെയറിങ്ങോ, ഇത് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ തന്നെ പറയുന്നു. നമ്മളിപ്പം ഒറ്റപ്പെട്ട് ഇപ്പം എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ, പിന്നെ എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ മോൻ്റെതായ ഒരു ലോകത്താൻ കുട്ടികളല്ലേ. നമുക്ക് 10-76 വയസ്സായി. മോള് UK പോയി. മോളെന്തായാലും കുഞ്ഞ് മോളെ വിദ്യാഭ്യാസമൊന്നും കഴിയാണ്ട് തിരിച്ചു വരില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കണ്ണൂർ ടൗണിലേക്ക് താമസം മാറാൻ ആഗ്രഹിച്ചിട്ട് കുറേ വില്ലൊക്കെ ചോദിച്ചു. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ ആരാ കൂടെയുള്ളത്, ഹസ്ബൻഡ് ഉണ്ടോ, എന്താ, ആരൊക്കെ താമസിക്കുക, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ചോദ്യം. ഞാൻ ഒറ്റയ്ക്ക് ഒരു വില്ലെടുത്ത് താമസിച്ചാൽ എന്താ കുഴപ്പം? അതാണ് നമ്മളെ സമൂഹം. അപ്പം നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്കൊരു അഡ്രസ്സ് വേണം. നമുക്കിപ്പോൾ ഒരു ദിക്കിലൊരു വീട്ടിൽ നിന്നൊരു ചേഞ്ചിൽ നമുക്ക് പോയി താമസിക്കണമെങ്കിൽ നമുക്കൊരു അഡ്രസ്സ് വേണം. ഒരു മനുഷ്യനെ പരിചയപ്പെട്ട് ആ ആളോട് സംസാരിച്ച് നല്ലതാണ്, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഈ ഒരുമിച്ച് താമസിച്ച് എന്തൊലക്കാവാൻ ഒരു കുന്തവുമില്ല. ഒരുമിച്ച് താമസിക്കാം. അതിനിപ്പോൾ നമ്മൾ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഒരുമിച്ച് താമസിച്ച് ചിലപ്പോൾ അയാൾ പിന്നെ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു, വലിയ മക്കളുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് മോക്ക് കുട്ടിയുണ്ട്. അപ്പം ഇവള് വെറുതെ ഒരു ഹോം നേഴ്സിൻ്റെ പണിക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. ഇവക്ക് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കളവെല്ലാം ചെയ്തിട്ട് നമ്മൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായതിന് ശേഷം നമ്മൾ പിന്നെയും ആ ആളെ വൃത്തികേട് നമ്മൾ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മളൊരു അടിമയായിട്ട് എപ്പോഴും ഇങ്ങനെ മറ്റൊരാൾ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതേ അല്ല അവർ നമുക്ക് തരുന്നത്. നമ്മളിങ്ങനെ അവിടെ ഒരു ഭക്ഷണമാക്കാനും എന്നിട്ടിപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ പരാതി പറയുമ്പം പിന്നെ കിളവി, പിന്നെ വേറെ പണിയൊന്നുമില്ല എന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചാൽ നമ്മളത് താങ്ങുമോ? നമ്മളെ ലൈഫിലെ ഒന്നും ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മെൻ്റലി ഫിസിക്കലി ഒരു തരത്തിലും നമ്മൾ ഹാപ്പി അല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് ആഗ്രഹിച്ചത്. ആ ചേഞ്ച് ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് നമ്മളോട് കളവി 50 ആയല്ലോ 60 നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ, ചോറും കൂട്ടാനാക്കിയിട്ട് കിടന്നുറങ്ങും, വല്ല ഭക്ഷണം ഉണ്ടെന്ന് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അയാൾ 2 പെഗ്ഗും ഒരു 5-6 ചപ്പാത്തി ഒരുമിച്ച് കഴിച്ച് കൂർക്കം വലിക്കുന്നത് കാണാൻ നമുക്ക് എന്താവശ്യം? ഒരു തലോടലോ അല്ലെങ്കിൽ പിന്നെ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാനോ നിൻ്റെ പ്രയാസം എന്നാണെന്ന് ചോദിക്കാനോ ഒരിക്കൽ പോലും തയ്യാറാവാത്ത ഒരുത്തൻ്റെ കൂടെ അതെങ്ങനെയില്ല ആളായാലും നമ്മൾ അവൻ്റെ വൃത്തികേടിനൊന്നും നമ്മൾ നിൽക്കേണ്ടെന്ന് മാത്രമല്ല ആ ആൾക്കെതിരെ നമ്മൾ നിയമ നടപടിയും സ്വീകരിക്കണം. കാരണം മറച്ചു വെച്ച് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റിയിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള കള്ളന്മാരത് നമ്മൾ കുറേ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലരും അയ്യോ ഇത് 2ാമത് പോയതല്ലേ, 3ാമത് പോയതല്ലേ, 4ാമത് പോയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ ലേഡീസും സഹിക്കുന്നത്. അയ്യോ നമ്മളെ ജീവിതത്തിൽ 35 വർഷമൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ചു, എന്നിട്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമുക്കൊരു ജീവിതം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തകർന്നിരിക്കുന്നതിലും ഭേദം നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുക, അതിൽ നിന്ന് വേഗം പുറത്തേക്ക് ചാടുക, ആത്മഹത്യ ചെയ്യാണ്ടും. തിരിച്ചറിവ്, അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. നമ്മൾ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അസുഖം വരുത്താനും തളരാനും മറ്റൊരാളെ ഉപദ്രവം സഹിക്കാനും 35 കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചതിനെ കാട്ടിയും വലിയ തകർച്ചയാണ് ആ ഒരു പാർട്ട്ണർ. നമ്മൾ സന്തോഷം കണ്ടെത്താൻ തിരഞ്ഞെടുത്ത ആൾ നമുക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ?
ഉണ്ട്. അതിലാരെന്ത് വിചാരിച്ച എന്തുണ്ട്, ഈ വിചാരിക്കുന്നവനെല്ലാം അവരവരുടെ സ്വന്തം പിന്നെ ഭാര്യേനെയും വേറെയും 2 പെണ്ണുങ്ങളെയും വൈകുന്നേരം പോയി മദ്യപിച്ചിട്ടും സ്വന്തം കാര്യം നോക്കിയിട്ടാണ് ഇവരെല്ലാം മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കാനും നിൽക്കുന്നത്. നഷ്ടം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചൊക്കെ മാത്രമാണ് നഷ്ടം. അതുകൊണ്ട് ആരെന്ത് വിചാരിക്കുന്നില്ലതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കാം. അല്ലാണ്ട് ഒരുത്തനെയും വകവെച്ചിട്ടും ഒരുത്തനോടും അനാവശ്യമായിട്ട് തലയാട്ടി സമ്മതിച്ചിട്ടും ഒരാൾ ഉപദ്രവം പബ്ലിക്കിലായാലും ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും ഒന്നും നമ്മൾ സഹിക്കേണ്ട ഒരാവശ്യമില്ല. ആരെന്ത് വിചാരിച്ചാലും ഒരു ചുക്കുമില്ല. ഈ വിചാരിക്കുന്നവരെല്ലാം 5 പെണ്ണുങ്ങളെയും പിടിച്ച്, അല്ലെങ്കിൽ വിചാരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം പറ്റുന്നേലും പരമാവധി തെമ്മാടിത്തരും ചെയ്തവരാണ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്. പാപം ചെയ്യാത്തവർക്കല്ലറിയട്ടെ. അല്ലാണ്ട് ഈ വിചാരിക്കുന്നവരെല്ലാം മാന്യന്മാരൊന്നുമല്ല. അതുകൊണ്ട് ആരെന്ത് വിചാരിക്കുന്നൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, എനിക്ക് തോന്നിയ പോലെ എല്ലാം ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.